തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒഴിയാബാധ, ചില ഭൂതങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വി രാജേഷ് മേയർ കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ഒരു വളരെ കൃത്യമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇപ്പോൾ പാളയം മാർക്കറ്റിൻ്റെ നവീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ ഗുണ്ടാ പെരുമതിയാക്കലും അനധികൃത കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഇടിച്ചു കളയലും അതൊരു വഴിക്ക് നടക്കുന്നു. അതുപോലെ തന്നെ രാത്രി ഈ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു. മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി രാത്രി പുഴകളിലും തോടുകളിലും വലിച്ചെറിയുന്ന മാലിന്യം പിടിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു തരത്തിലേക്ക് വി രാജേഷ് വന്നിരിക്കുകയാണ്. ബില്ലുകൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു ശൈലി കോർപ്പറേഷനിലുണ്ട്. അത് ബില്ലുകൾ വൈകിപ്പിക്കുന്ന ആളുകൾക്ക് കോർപ്പറേഷൻ ജോലി ഉണ്ടാവില്ല എന്നാണ് വി രാജേഷ് പറയുന്നത്. ജൂണിൽ ടെൻഡർ ചെയ്യുന്ന ജോലികൾ നവംബർ മുന്നിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ നല്ല രസകരമായ ചില ഭൂതങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു ഒഴിയാബാധ ഉണ്ട്, വളരെ രസകരമാണ്. മനഃപൂർവ്വം ക്ലറിക്കൽ പിഴവ് വരുത്തി കരാറുകാരെ വട്ടം കറക്കിക്കുന്ന പരിപാടികൾ, ബില്ലുകൾ പാസ്സാകാതെ വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സീറ്റ് ഉണ്ടാവില്ല എന്നും വി രാജേഷ് പറഞ്ഞു. 8 പകരം 8 രേഖപ്പെടുത്തിയതിൽ 0 പകരം 8 രേഖപ്പെടുത്തുക. അപ്പോൾ തന്നെ ബില്ലിൽ പ്രശ്നമായല്ലോ. അപ്പോൾ ക്ലറിക്കൽ എററായി. വീണ്ടും അത് താമസിച്ച് പോയി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരണമല്ലോ. 6നെ 9 ചില ഉദ്യോഗസ്ഥർ തട്ടിപ്പിനെ കണ്ടെത്തിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. കൗൺസിലർമാരുടെയും കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെറിയ തുകയ്ക്ക് ടെൻഡർ ഏറ്റെടുക്കുകയും പിന്നീട് കരാർ തുക കൂട്ടി വാങ്ങുകയും ചെയ്യുന്ന ചില കരാറുകാരുടെ തന്ത്രങ്ങളും ഇനി കോർപ്പറേഷനിൽ നടക്കില്ല എന്ന് മേയർ വളരെ കൃത്യമായി പറഞ്ഞു. പ്രവൃത്തി നടത്തേണ്ട സ്ഥലം കാണാതെ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കുന്നതിനും വിലങ്ങിടും. കരാർ കാലാവധി കഴിഞ്ഞ് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാറുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ജൂണിൽ ടെൻഡർ ചെയ്യുന്ന പ്രവൃത്തികൾ നവംബർ മാസത്തോടുകൂടി തന്നെ പൂർത്തിയാക്കണം. ജൂണിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്ന പ്രവൃത്തികൾ സ്പിൽ ഓവറായി അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്ന പ്രവണത അനുവദിക്കില്ല. അപ്പോൾ വളരെ വലിയ ഒരു ഓപ്പറേഷനാണ് രാജേഷ് തുടങ്ങിയിരിക്കുന്നത്. ചില കരാറുകാർ തങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ പ്രത്യേക തസ്തികകൾ നിയമിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. അനാവശ്യ ശുപാർശകൾ അംഗീകരിക്കില്ലെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥന്മാർ എന്നിവരും പങ്കെടുത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഉദ്യോഗസ്ഥരും കരാറുകാരുമായിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ കീ പോസ്റ്റുകളിൽ കൊണ്ടിരുത്താൻ കരാറുകാർ ശ്രമിക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ശ്രമിക്കും. അങ്ങനെ പരസ്പരമായിട്ടുള്ള ഒരു 3 പേര് അടങ്ങുന്ന, അത് കാലാകാലങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ പൊളിച്ചെഴുത്തുണ്ടാക്കാനാണ് ജനകീയാസൂത്രണം തുടങ്ങിയതും അധികാര വികേന്ദ്രീകരണ പരിപാടികളൊക്കെ ആരംഭിച്ചത്. പക്ഷേ അതൊന്നും വേണ്ടത്ര മുമ്പോട്ട് ഈ പറയുന്ന പോലെ ഈ അഴിമതി പിടിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അഴിമതി സാർവത്രികവൽക്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പഞ്ചായത്ത് എടുത്താലും കോർപ്പറേഷൻ എടുത്താലും ഈ സൂചിപ്പിച്ചതുപോലെ 0ത്തെ 8 അപ്പോൾ വലിയ വ്യത്യാസം വരുമല്ലോ. അതുപോലെ 6നെ 9 ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ക്ലറിക്കൽ എറർ വരുത്തി ബില്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ടെൻഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വലിയ വ്യത്യാസമായിരിക്കും തുകയിൽ വരുന്നത്. ഈ വ്യത്യാസം ഉണ്ടാക്കി കൊടുത്ത് അതിൽ നിന്ന് കരാറുകാരിൽ നിന്ന് പൈസ വാങ്ങി അങ്ങനെ അവിഹിതമായും അവിശുദ്ധമായും നടക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നും അത് കൃത്യമായി അവരെ ട്രേസ് ചെയ്തിട്ടുണ്ടെന്നും വി രാജേഷ് മേയർ പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒരു വശത്ത് വികസന പ്രശ്നങ്ങൾ, മറുവശത്ത് വെള്ളത്തിൻ്റെയും പരിസ്ഥിതിയുടെയും മാലിന്യത്തിൻ്റെയും പ്രളയത്തിൻ്റെയും കെടുതികളുടെയും പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കൃത്യമായ കാലതാമസം. ജൂൺ മാസത്തിൽ ടെൻഡർ ചെയ്താലും പദ്ധതികൾ നടപ്പിലാക്കി പൂർത്തിയാക്കാതിരിക്കുക, എന്നിട്ട് അടുത്ത വർഷത്തേക്ക് അത് സ്പിൽ ഓവറാക്കുക. അങ്ങനെ പദ്ധതികൾ നീട്ടിക്കൊണ്ടു പോവുക, തുക നീട്ടിക്കൊണ്ടു പോവുക, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അഴിമതി നടത്തുക, സ്വജനപക്ഷപാതം നടത്തുക. അങ്ങനെ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി രാജേഷ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എല്ലാ കൗൺസിലർമാർക്കും കാശ് വാങ്ങണ്ട എന്നുള്ള താല്പര്യം വേണം. അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന ലീഡർമാർ, പാർട്ടി നേതാക്കൾക്ക് കാശ് വാങ്ങണ്ട എന്നുള്ളൊരു തീരുമാനം. അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് മേയർ ഒരു ഉദ്യോഗസ്ഥനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ സ്വാഭാവികമായിട്ട് അവർ BJP-യുമായി ബന്ധമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ, പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ വീണ്ടും സമ്മർദ്ദപ്പെടുത്തി അതേ സീറ്റിൽ തന്നെ വരും. ഇതൊക്കെ ജനാധിപത്യത്തിൽ സംഭവിക്കും. പക്ഷേ ഇതെല്ലാം കാര്യങ്ങളെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്, വലിയ സമ്മർദ്ദമാണ് വരുന്നത്. ഒരുപക്ഷെ രാജേഷ്
കുറച്ച് ആ സമ്മർദ്ദങ്ങൾക്ക് പെടാത്ത വലിയ നേതാവായതുകൊണ്ടായിരിക്കും. ചെറിയ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് വനിതകളും ഒക്കെ ആണെങ്കിൽ ഇത് എങ്ങനെയോ പോട്ട് എന്നുള്ള നിലയിൽ അവരിയ്ക്കും. ആ ഗ്യാപ്പ് നോക്കിയാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും കൂടി കാര്യം ഭരിക്കുന്നത്. ഇതിനിടയിൽ നക്കാപ്പിച്ച പൈസ അല്ലെങ്കിൽ ചെറിയ പൈസ തുക രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുക്കും. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കും കിട്ടും പണം, ഉദ്യോഗസ്ഥനും കുറച്ച് പൈസ വീട്ടിൽ കൊണ്ടുപോകും, കരാറുകാർക്കും കുറച്ച് ലാഭം കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ഇതിനെ ബ്രേക്ക് ചെയ്തേ കഴിയൂ. അതുകൊണ്ടാണ് കാര്യങ്ങൾ സുതാര്യമാകണമെന്നും ബോർഡ് വെക്കണമെന്നും അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യണമെന്നും സോഷ്യൽ ഓഡിറ്റ് വേണമെന്നൊക്കെ പറയുന്നതിൻ്റെ തിയറി അതാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമാണ് ഈ രാജേഷിൻ്റെ സ്റ്റെപ്പുകൾ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സാമ്പത്തികമൊന്നും വേണ്ട എന്നുള്ള തീരുമാനമെടുത്താലേ പറ്റുള്ളൂ. അല്ല അദ്ദേഹത്തിനും കാശുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കൃത്യമായി BJPയുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അവർ ഇരുന്നിട്ട് കണ്ണടച്ചു കൊടുത്താൽ ഉദ്യോഗസ്ഥരും കരാറുകാരും കൂടി പൈസ മേശപ്പുറത്ത് എത്തിക്കും, അല്ലെങ്കിൽ വീട്ടിലെത്തിക്കും. അവർക്കറിയാം. പക്ഷേ അതിന് വേണ്ട, നമുക്ക് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു ചിന്ത വരുന്നു. വളരെ മനോഹരമാണ്. അത് മാത്രമല്ല, വേല കാണിക്കുന്നവരെ വേലായുധന്മാരെ പിടിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. തരികട കാണിക്കുന്ന തരികട ചേട്ടന്മാരെയും ചേച്ചികളെയും കൃത്യമായ ആ സീറ്റിലുണ്ടാവില്ല, അവിടെ നിന്ന് മാറ്റും എന്നും മേയർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ ശ്രമകരമായൊരു പണിയാണ് ഡെമോക്രസിയിൽ അഴിമതി ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. കാരണം സ്വജനപക്ഷപാതവും അഴിമതിയും ഇതിൻ്റെ മുഖമുദ്രയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു മുഖമുദ്രയായി ഇന്ത്യയിലുണ്ട്, വികസനത്തിൻ്റെയും. അവിടെ വലിയൊരു പൊളിച്ചെടുത്ത് നടത്താനാണ് രാജേഷ് ശ്രമിക്കുന്നത്. അത് ഒരു പരിധിവരെ വിജയിക്കുമായിരിക്കും, പക്ഷെ പൂർണ്ണമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. കാരണം സമ്മർദ്ദങ്ങളുടെയും ജാതി സമ്മർദ്ദം, മതസമ്മർദ്ദം, പൊളിറ്റിക്കൽ സമ്മർദ്ദം, കാശ് കൊണ്ടുള്ള സമ്മർദ്ദം. ഇപ്പം രാജേഷ് സംഘവും പൈസ മേടിച്ചില്ലെങ്കിലും മറ്റുള്ള ആളുകൾക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ സമ്മർദ്ദപ്പെടുത്തും. അപ്പോൾ ആ തരത്തിലുള്ള വിവിധങ്ങളായ സമ്മർദ്ദങ്ങളൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും രാജേഷ് കുറച്ചുകൂടി പ്ലെയിനായി, സുതാര്യമായി, ട്രാൻസ്പെറൻ്റായി കാര്യങ്ങളെ സമീപിക്കുകയും അതൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സമീപനം എടുക്കുന്നത് വളരെ പ്രധാനമാണ്. എന്തായാലും തരികിട കാണിക്കുന്ന ഉദ്യോഗസ്ഥർ സീറ്റിൽ കാണില്ല. വർക്ക് വല്ലാതെ ലാഗ് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് പിന്നെ വർക്ക് കൊടുക്കില്ല. എല്ലാ വർക്കുകളും സ്പിൽ ഓവർ ആവാതെ ചെയ്യണം. ഇങ്ങനെ മനോഹരമായ കുറേ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം കൂടി സജ്ജമാക്കിയാൽ മാത്രമേ ഇതൊക്കെ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ.